എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലൻ ബീസ്റ്റ് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ലോക്ക് ചെയ്ത് ആ ഒരു 7 ഡ്രാഗൺ ബോൾസും ഇപ്പൊ സ്വന്തമാക്കിയിരിക്കുകയാണ്. അവന്റെ അസിസ്റ്റൻസും അവനും ചേർന്ന് ആ 7 ബോൾസും ചേർത്ത് വെച്ച് ഇപ്പൊ ആ ഡ്രാഗണെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ ഭരിക്കുക എന്നതാണ് അവന്റെ ആഗ്രഹം. ആ ഒരു ആഗ്രഹം അത് സാധിച്ചെടുക്കാൻ വേണ്ടി അവൻ ആ ഡ്രാഗണെ വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതേസമയം ഇവിടെ അവരുടെ പദ്ധതി അത് പൊളിക്കാനായിട്ട് മൊയലും പന്നിക്കുട്ടനും അവർ രണ്ടുപേരും ഒരു വവ്വാലിന്റെ രൂപം ധരിച്ച് അവിടേക്ക് പറന്നു വരികയാണ്. ആ 7 ഡ്രാഗൺ ബോൾസിൽ ഒരെണ്ണമെങ്കിലും അടിച്ചു മാറ്റണം. അങ്ങനെ വന്ന അവനെ കൊണ്ട് ഡ്രാഗനെ സമൻ ചെയ്ത് അവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അതിൽ ഒരെണ്ണം തട്ടിയെടുക്കാനാണ് അവരിപ്പോ വമ്പ ഫോഴ്സിൽ അവിടേക്ക് പറന്നു വരിക. അപ്പൊ ദൂരത്തായിട്ട് നമ്മുടെ ആൾക്കാർ അവർ രണ്ടുപേരും ആ ദ്വാരത്തിലൂടെ നടക്കുന്ന കാഴ്ചകൾ അതൊന്നൊന്നായിട്ട് കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ടേയിരിക്കും. ഗോകുവിനാണെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താ നടക്കണമെന്ന് കാണാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് ചോദിച്ച് ചാടിക്കൊണ്ടേയിരിക്കും. അതേസമയം ഇവിടെ ആ ബീസ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഡ്രാഗനെ സമൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത നിമിഷം വലിയ തണ്ടർ ശബ്ദത്തോടു കൂടെ ആ ഒരു ഡ്രാഗൺ അതങ്ങനെ പതിയെ പതിയെ അവിടേക്ക് വരും. ഡ്രാഗന്റെ ആദ്യത്തെ രൂപവും ആ ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ ആൾക്കാരും ആ വില്ലന്മാരും ബീസ്റ്റും എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായിട്ട് അങ്ങനെ നിൽക്കും. പറന്നു വന്ന പന്നിക്കുട്ടനും മൊയൽക്കുട്ടനും അവർ രണ്ടുപേരും അത് കണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉറങ്ങിക്കൊണ്ടിരുന്ന ഡ്രാഗൺ അതിപ്പോ ഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ബീസ്റ്റ് ആണെങ്കിൽ അവന്റെ വരം ചോദിക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ എമ്മയോട് പറയും, നമ്മൾ വെറുതെ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല, എത്ര വേഗം എന്തെങ്കിലും ചെയ്യണം. അവൻ ഗോകു കൂട്ടനാണെങ്കിൽ ഒന്നും തന്നെ ഇതുവരെ കാണാനായിട്ട് കഴിഞ്ഞില്ല. പ്ലീസ് ദയവ് ചെയ്ത് അവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് കൂടെ കാണിച്ചതാ. ബീസ്റ്റ് ആണെങ്കിൽ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഒരു സെക്കൻഡ് അവന്റെ ഇമാജിനേഷനിലേക്ക് പോവാണ്. അതായത് വലിയൊരു മാൻഷനിൽ നിന്ന് അവൻ ലോകത്തെ ഉറ്റുനോക്കുകയാണ്. ലോകത്തുള്ള ജനങ്ങളെല്ലാവരും ഒരു അടിമകളെ പോലെ അവന്റെ കാൽ കീഴിൽ വന്ന് നിൽക്കുന്നു. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ദോഷവാനായിട്ട് നിൽക്കുകയാണ്. ഡ്രാഗൺ ആണെങ്കിൽ പതിയെ ഇപ്പൊ താഴേക്ക് വരും. ഗോകുവിനാണെങ്കിൽ ആ ഡ്രാഗണെ കുറിച്ച് ഇഷ്ടമാവും. താഴേക്ക് വന്ന ഡ്രാഗൺ ആണെങ്കിൽ വലിയ കനത്ത ശബ്ദത്തിൽ അവരോട് ചോദിക്കും, ആരാണ് എന്നെ ഇവിടേക്ക് വിളിച്ചത്? നിങ്ങൾക്ക് എന്ത് വരമാണ് ആവശ്യം? പക്ഷെ ചോദിക്കുന്ന വരം അത് വളരെ ശ്രദ്ധയോടുകൂടെ മാത്രമേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ. ബീസ്റ്റ് ആണെങ്കിൽ അത് കേട്ട് ഇപ്പൊ ഡ്രാഗനോട് പറയും, നിന്നെ സമൻ ചെയ്ത് ഞാനാണ് ഇവിടേക്ക് എത്തിച്ചത്. ഒരുപാട് വർഷങ്ങളായി എന്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ആഗ്രഹം അത് സഫലമാക്കുക, അതാണ് എന്റെ ലക്ഷ്യം. ആ ബീസ്റ്റിനാണെങ്കിൽ ഇപ്പൊ ആ ഡ്രാഗണെ കാണുമ്പോൾ ഒരല്പം പേടി തോന്നും. സോ അവനാണെങ്കിൽ പറയാൻ പറ്റാതെ അവനങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയം മൊൽമയും ഹാൻസം ബോയും അവർ രണ്ടുപേരും എല്ലാം നഷ്ടപ്പെട്ട വിഷമത്തിൽ അങ്ങനെ നിലത്തിരുന്ന് പൊട്ടിക്കരയും. ഇവിടെ ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവനവന്റെ പവർ ഉപയോഗിച്ച് വീണ്ടും ആ ചുമരിൽ ആഞ്ഞടിക്കും. പക്ഷെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ആ ചുമരിന് സംഭവിക്കില്ല. ആ ഡ്രാഗൺ ആണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, ഒരുപാട് നേരമായി നീ എന്നെ പോസ്റ്റ് ആക്കുന്നു. എനിക്ക് ദേഷ്യം കൂടി വരികയാണ്. എത്രയും വേഗം നിന്റെ വിഷ് എന്താണെന്ന് പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്റെ കോപത്തിനും പണിഷ്മെന്റിനും ഇരയാവും. അത് കേട്ട് ബീസ്റ്റ് ആണെങ്കിൽ ഡബിൾ പേടിയിൽ അങ്ങനെ നിൽക്കും. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ. എന്റെ ആഗ്രഹം അത് ഈ ലോകത്തിന് വേണ്ടി എനിക്ക് അങ്ങനെ വലിയൊരാളാവണം എന്നൊക്കെ പറഞ്ഞ് അവൻ ബബ്ബെ അടിക്കാനായിട്ട് തുടങ്ങും. ആ ഗ്യാപ്പിൽ നമ്മുടെ പന്നിക്കുട്ടനാണെങ്കിൽ ഓടി വന്ന് ആ ബേസ്റ്റിനെ ചവിട്ടി തെറിപ്പിച്ച് വിളിച്ചു പറയും, എനിക്ക് ഈ ലോകത്തിൽ ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു അണ്ടർവെയർ വേണം. അവനത് പറയുന്ന ഗ്യാപ്പിൽ ഇവിടെ ഗോകു ആണെങ്കിൽ അവന്റെ പവർ വീണ്ടും ഉപയോഗിച്ച് ആ ചുമര് തകർത്ത് പുറത്തേക്ക് വരികയാണ്. ഡ്രാഗൺ ആണെങ്കിൽ ആ അണ്ടർവെയറിന്റെ വിഷ് അത് കറക്റ്റായിട്ട് കേൾക്കും. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് അങ്ങനെ ഇൻവിസിബിളായി ഇപ്പൊ അവൻ ചോദിച്ച ഒരു അണ്ടർവെയർ കൊടുക്കുകയാണ്. പന്നിക്കുട്ടനാണെങ്കിൽ അണ്ടർവെയർ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഇവിടെ നമ്മുടെ ചെക്കനും പെണ്ണും അവർ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഈ ലോകത്തെ നമ്മുടെ പന്നിക്കുട്ടൻ രക്ഷിച്ചു. ആ ഡ്രാഗൺ ആണെങ്കിൽ അവസാനമായിട്ട് നിന്റെ വിഷ് അത് സാധിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇൻവിസിബിൾ ആവുകയാണ്. മാത്രമല്ല ഐസ് 7 ഡ്രാഗൺ ബോൾസും ഇപ്പൊ 7 ദിക്കിലേക്ക് അങ്ങനെ തെറിച്ചു പോവാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. അതിന് വുൽമ പറയും, അത് അങ്ങനെയാണ്, ഒരു വിഷ് അത് സാധിച്ചു കഴിഞ്ഞാൽ ആ ഡ്രാഗൺ ബോൾസ് എല്ലാം ഓരോ ദിക്കിലേക്ക് തെറിച്ചു പോവും. പിന്നീട് വീണ്ടും അത് കണ്ടെത്തേണ്ടതായിട്ട് വരും. ആണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമത്തിൽ പറയും, എന്റെ ഗ്രാൻഡ് പേയുടെ ഓർമ്മയാണ് ആ ഒരു ഡ്രാഗൺ ബോൾ, അതെനിക്ക് തിരികെ വേണം. ഇവിടെ ആ ബീസ്റ്റിനാണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അവന്റെ അസിസ്റ്റൻസിനോട് ആ പന്നിയെ പിടിക്കാനായിട്ട് പറയും. ഒറ്റൊരാൾ പോലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല. എന്റെ ആഗ്രഹം സ്പോയിലാക്കിയ ഇവരെ എല്ലാവരെയും ഇന്ന് ഞാൻ ഡിന്നറാക്കും. അത് കേൾക്കേണ്ട താമസം ആ ചുന്ദരി പെണ്ണും ഡോഗും ഇപ്പൊ പന്നിയുടെ പിന്നാലെ ഓടും. പന്നിക്കുട്ടനാണെങ്കിൽ ആ മൊയലിനെ പിടിച്ചു വലിച്ച് ഉഷാറായിട്ട് ഓടും. അതേസമയം ആ ചുന്ദരി വില്ലത്തിയും ഡോഗും അവർ രണ്ടുപേരും
ഇപ്പോൾ വൊൽമയെയും ഗോക്കുവെയും ഹാൻസം ബോയും ഷൂട്ട് ചെയ്യാണ്. വൊൽമയും ഹാൻസം ബോയും അവർ രണ്ടുപേരും ഓടും. പക്ഷെ ഗോക്കു ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അത് കണ്ട ഹാൻസം ബോയ് ഗോക്കുവിനെ പിടിച്ചു വലിച്ച് അവിടുന്ന് ഓടും. ഇവിടെ ആ ഡോഗ് ആണെങ്കിൽ വിസിലടിച്ച് ബാക്കിയുള്ള ഡോഗ്സിനെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ ഡോഗ്സ് ആദ്യം ഉണ്ണിക്കുട്ടൻ്റെയും മൊയലിന്റെ അടുത്തേക്ക് വരും. അവറ്റകളെ കണ്ട് പേടിച്ച് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും 100-110 ഓടും. ഇതാ ഇവിടെ ഗോക്കുവിന്റെ ടീമിന്റെ മുൻപിലേക്കും ഒരുപാട് നായ്ക്കൾ വരും. ആണെങ്കിൽ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ഹാൻസം ബോയ് ഗോക്കുവിനെ അവറ്റകൾക്ക് നേരെ വലിച്ചെറിയാണ്. ഗോക്കു, അതാണ് നിന്റെ ഫുഡ്. അത് കണ്ട് നാവിൽ വെള്ളം ഊറിയ ഗോക്കു ആണെങ്കിൽ അവറ്റകളെ തല്ലി തല്ലി കൊല്ലും. പിന്നെ ഹാൻസം ബോയും ഇപ്പൊ ഗോക്കുയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന്റെ പവർ എടുക്കും. പിന്നെ അവർ രണ്ടുപേരുടെയും പവർ ഉപയോഗിച്ച് ഒരുപാട് പട്ടികളെ പഞ്ച് ചെയ്ത് തെറിപ്പിക്കും. പിന്നീട് വീണ്ടും അവർ ചാടി ഓടും. ഗോക്കു ആണെങ്കിൽ അവന്റെ സ്റ്റിക്ക് അതങ്ങനെ വലുതാക്കി ഇപ്പൊ മുൽമ പെണ്ണിനെയും ഹാൻസം ബോയെയും തൂക്കിയെടുത്ത് മുകളിലേക്ക് പോവാണ്. അതേസമയം പന്നിക്കുട്ടന്റെയും മോയൽക്കുട്ടന്റെയും പിന്നാലെ ഒരുപാട് പട്ടികൾ അവർ ഒരുപാട് ദൂരം ഓടി ഇപ്പോൾ ബേർഡ്സായി കൺവേർട്ടായി അവിടുന്ന് പറന്നു പോകാൻ പ്ലാൻ ചെയ്യും. അവർ ഞൊടിയിടയിൽ ബേർഡ്സ് ആയിട്ട് പറക്കും. പക്ഷെ എന്താ, ആ സ്റ്റിക്കിൽ ഉയർന്നു നിന്ന് നമ്മുടെ ആൾക്കാരുടെ കൺട്രോൾ പോയി അവരങ്ങനെ താഴേക്ക് വീഴുകയാണ്. ബേർഡ്സ് ആയിട്ട് പറന്നു വന്ന നമ്മുടെ ആൾക്കാരുടെ ദേഹത്തേക്ക് വീണ് അവർ നോർമലാവും. അപ്പോഴാണെങ്കിൽ വീണ്ടും ഒരു ബറ്റാലിയൻ ഡോഗ്സ് അവിടേക്ക് വന്ന് അവർ റൗണ്ട് ചെയ്യാണ്. ഹാൻസം ബോയ് ആണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുന്ന ഗ്യാപ്പിൽ ആ ചുന്ദരി വില്ലത്തിയും ഡോഗും വന്ന് ഇപ്പോൾ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും ഹോസ്റ്റേജസ് ആക്കി മാറ്റും. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റൂമിൽ എല്ലാവരെയും ലോക്ക് ചെയ്യും. മുൽമയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഇത് കഴിഞ്ഞ തവണത്തേതുപോലെയല്ല, മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം റൂമാണ്. നമ്മുടെ പവർ ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് നോക്കും, അവന് സ്കൈ കാണാൻ കഴിയും. അതിന് മുൽമ പറയും, അത് ടഫേർഡ് ഗ്ലാസ് ആണ്, നമുക്കത് തകർക്കാൻ കഴിയില്ല. പക്ഷെ ഗോക്കു അത് കേൾക്കാതെ അത് തകർക്കാൻ ശ്രമിക്കും. അവന്റെ തലയ്ക്ക് ഇഞ്ചറി പറ്റി അവൻ താഴേക്ക് വീഴുകയാണ്. ഹാൻസം ബോയ് പറയും, എന്തൊക്കെ സംഭവിച്ചാലും ആ 7 ഡ്രാഗൺ ബോൾസും ഞാൻ വീണ്ടെടുക്കും. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, സോ നമ്മളിത് വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. അതിന് മുൽമ പറയും, അതിനി 1 വർഷം കാത്തിരുന്നേ പറ്റൂ. ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു വിഷ് അത് സാക്ഷാത്കരിച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് നമുക്കത് കണ്ടെത്താനാവില്ല. വെറും കല്ലുകൾ പോലെ അത് നാനാ ഭാഗത്തേക്ക് ചിതറി വീഴും. പിന്നീട് 1 വർഷം കഴിയുമ്പോൾ മാത്രമേ അത് ഡ്രാഗൺ ബോൾസ് ആയിട്ട് മാറുകയുള്ളൂ. അതിനുശേഷമേ നമുക്കത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ഹാൻസം ബോയ്ക്കാണെങ്കിൽ അത് കേട്ട് ചത്താ മതിയെന്നാവും. കാരണം അവൻ ഇത്രയും കഷ്ടപ്പെട്ടത് ആ ബോൾസ് ഉപയോഗിച്ച് അവനൊരു സുന്ദരിയായ പെൺകുട്ടിയെ നേടിയെടുക്കാനാണ്. അങ്ങനെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ ആൾക്കാർ സാഡായിട്ടിരിക്കുമ്പോഴായിരിക്കും ആ ബീസ്റ്റിന്റെ ഒരു അനൗൺസ്മെന്റ് അത് അവിടേക്ക് വരിക. നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ പ്ലാൻ തകർത്ത് കളഞ്ഞു. സോ നിങ്ങൾക്കിത് ഒരു പുതിയ ട്രാപ്പാണ്. നാളെ നേരം വെളുത്ത് കഴിയുമ്പോൾ ഓരോ സെക്കൻഡും സൂര്യന്റെ വെയിലടിച്ച് ഉരുകി നിങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും. അതാണ് ഈ ട്രാപ്പിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഗിഫ്റ്റാണിതെന്ന് പറഞ്ഞ് അവൻ ആ കോൾ കട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയം കൂടിക്കൂടി വരും. ഗോക്കുവും ആ ഹാൻസം ബോയും രണ്ടുപേരും ചേർന്ന് അവരുടെ ഫുൾ പവർ എടുത്ത് ആ ചുമരിൽ ആഞ്ഞിട്ടിക്കുകയാണ്. പക്ഷെ അത് തകർക്കാൻ കഴിയില്ല. ഇവിടെ ആ ബീസ്റ്റിനാണെങ്കിൽ അവന് നഷ്ടപ്പെട്ട ആ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അതോർത്ത് ഒരുപാട് കുറ്റബോധം. അവൻ കളിക്കുന്ന കാർഡ്സൊക്കെ അങ്ങനെ തട്ടി എറിയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നമ്മുടെ ആൾക്കാരാണെങ്കിൽ മുകളിലേക്ക് ആ പൂർണ്ണ ചന്ദ്രനെ തന്നെ നോക്കിയിരിക്കും. അപ്പോഴായിരിക്കും ഗോക്കു ഒരു കാര്യം പറയാ, പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന സമയം വലിയൊരു മോൺസ്റ്റർ അത് പുറത്തേക്ക് വരും. അതൊരു സാധാരണ മോൺസ്റ്റർ അല്ല, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ ആണ്. സത്യത്തിൽ എൻ്റെ ഗ്രാൻഡ് പാ മരിക്കാൻ കാരണക്കാരൻ പോലും ആ ഒരു മോൺസ്റ്റർ ആണ്. എൻ്റെ ഗ്രാൻഡ് പേയും ആ ഒരു മോൺസ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിലാണ് ഗ്രാൻഡ് പേ എനിക്ക് നഷ്ടപ്പെട്ടത്. പക്ഷെ ആ മോൺസ്റ്ററിനെ എനിക്ക് പ്രോപ്പറായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ആ സമയം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നത്തേതുപോലെ തന്നെ അന്നും ഒരു പൂർണ്ണ ചന്ദ്രൻ ഉള്ള ദിവസമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പാ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് ഞാൻ ഒരു കാരണവശാലും പൂർണ്ണ ചന്ദ്രനെ നോക്കാൻ പാടില്ല എന്നാണ്. അത് കേട്ട് ഇപ്പൊ ബാക്കിയുണ്ടായിരുന്നവരെല്ലാവരും ഒരു മൂലക്കേക്ക് മാറി നിൽക്കും. ഗോക്കു ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവരോട് ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് മുൻപ് ചോദിക്കും, നീ അവസാനമായിട്ട് നിന്റെ ഗ്രാൻഡ് പ മരിക്കുന്നതിന് മുൻപ് പൂർണ്ണ ചന്ദ്രനെ നോക്കിയിരുന്നോ? അതിനവൻ പറയും, അതെ, ഞാൻ ആ പൂർണ്ണ ചന്ദ്രനെ കണ്ടിരുന്നു. അതിനുശേഷമാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഉൽമയും ഹാൻസം ബോയും പന്നിക്കുട്ടനും അവർ 3 പേരും ഒരേ സ്വരത്തിൽ പറയും, നീയാണ് ആ മോൺസ്റ്റർ. നീ ഒരു കാരണവശാലും ആ മോണിലേക്ക് നോക്കാൻ പാടില്ല. ആ മോൺ നിന്റെ തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. ഗോക്കുവിനാണെങ്കിൽ ഒന്നും പിടികിട്ടില്ല. അവൻ ആ മോണിലേക്ക് നോക്കും. അതിനുശേഷം കാഷ്വലായിട്ട് പറയും, ആ മോൺസ്റ്റർ ഒന്നും ആയില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ നോർമലാണ്. അത് കേൾക്കുമ്പോൾ അവർ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം അവർ പേടിച്ചതുപോലെ തന്നെ ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഗോക്കു അവനാണെങ്കിൽ ഒരു ജയന്റ് മോൺസ്റ്റർ ബീസ്റ്റായി മാറുകയാണ്. അവനങ്ങനെ ജയന്റായി മാറി ഇപ്പം ആ ഒരു ബിൽഡിങ് അത് തന്നെ തകരും. ആ ശബ്ദം കേട്ട് ആ വില്ലന്മാരും ചാടി എഴുന്നേക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.